എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2S എന്ന് പറഞ്ഞ മൈക്രോഫോൺ. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം. സോ നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ആദ്യം തന്നെ വരുന്നത് ഇതിൻ്റെ ഒരു കേസാണ്, ചാർജിങ് കേസ്. ഈ മൈക്രോഫോണും ഇതിൻ്റെ റിസീവറും ബാക്കി കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു കേസാണ്. സോ നമ്മൾ ഈ കേസ് ഇവിടെ വെച്ച് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്ന് നോക്കാം. സോ ഇതിനകത്തൊരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു പൗച്ച് വരുന്നുണ്ട്. ഈ മൈക്രോഫോണിൻ്റെ ഈ ചാർജിങ് കേസ് എല്ലാം ക്യാരി ചെയ്യാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പൗച്ചാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. സോ ഈ പൗച്ചിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ 2 വിൻഷീൽഡാണ്. അതായത് വിൻ നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബുഷാണ് വരുന്നത്, വിൻഷീൽഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്നൊരു റിസീവറാണ്. ലൈറ്റ്നിങ് പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിസീവറാണിത്. പഴയ ആപ്പിൾ ഡിവൈസുകൾ, ഐപാഡ് അതുപോലെ ഉള്ള ഡിവൈസുകൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതോടൊപ്പം വരുന്നത് ഈ ഒരു കേബിളാണ്. 3.5mm to 3.5mm കേബിളാണ്. ഇത് നമുക്ക് ക്യാമറയ്ക്കകത്ത് ഓഡിയോ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ നേരത്ത് യൂസ് ചെയ്യുന്നൊരു കേബിളാണിത്. പിന്നെ അടുത്തത് ഇതോടൊപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു USB Type A to Type C ഒരു കേബിളാണ് വരുന്നത്. ഈ ഒരു കേബിൾ നമുക്ക് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഈ ഒരു കേസ് ചാർജ് ചെയ്യാനെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു Type C കണ്ടില്ല, ഈ Type C വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2S എന്ന് പറഞ്ഞ മൈക്രോഫോൺ കിറ്റ് വരുന്നത്. ഇതൊരു കോംബോയാണ്. നമുക്ക് സ്മാർട്ട് ഫോണിനും ക്യാമറയ്ക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്രോഫോണാണ്. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യമായിട്ട് വരുന്നത് ഒരു Type Cയുടെ ഒരു റിസീവറാണ്. നമ്മൾ നേരത്തെ കാണിച്ച ലൈറ്റ്നിങ് കേബിളിൻ്റെ റിസീവർ പോലെ തന്നെ ഇതൊരു Type C ഡിവൈസുകളിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു റിസീവറാണ്. പിന്നെ നമുക്ക് 2 മൈക്ക് വരുന്നുണ്ട്. നമുക്കിത് കോളറിലേക്ക് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മൈക്കാണ്. ഇങ്ങനത്തെ 2 മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഇതാണ്, ഇത് ക്യാമറയുടെ ഒരു റിസീവറാണ്, കണ്ടില്ലേ. ഇത് ക്യാമറയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റിസീവറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ PC-യിലും ലാപ്ടോപ്പിലൊക്കെ വരുന്ന Type C പോർട്ട് ഉപയോഗിച്ചും ഈ മൈക്രോഫോൺ കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എങ്ങനെ സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നോ അതേ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ഇത് നമ്മുടെ PC-യിലും ലാപ്ടോപ്പിലൊക്കെ വരുന്ന Type C പോർട്ട് ഉപയോഗിച്ച് ഈ മൈക്രോഫോൺ കണക്ട് ചെയ്ത് നമുക്കൊരു ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ PC ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്ട്രീമിംഗ് ആവശ്യങ്ങൾക്കോ ഒക്കെ ഓഡിയോ ഇൻപുട്ടായിട്ട് PC-യിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്തൊരു മൈക്രോഫോണായിട്ട് ഈ ഒരു മൈക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ മൈക്രോഫോൺ കണക്ട് ചെയ്താൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനാണ്. സോ നമുക്ക് ഈ മൈക്രോഫോൺ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഇത് നമുക്കിങ്ങനെ കോളറിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കിതൊന്ന് കോളറിലേക്ക് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. സോ നമ്മളിപ്പോൾ ഇത് കോളറിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്കോർഡർ വെച്ചിട്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ Type Cയുടെ ആ ഒരു റിസീവർ ഇല്ല, ആ റിസീവർ വെച്ച് കണക്ട് ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്യുന്നൊരു ഓഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഇതിനകത്ത് വരുന്ന ഔട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ റൂമിനകത്ത് അത്യാവശ്യം നോയ്സ് ഉണ്ട്. ഇവിടെ ഫാൻ വർക്കിംഗ് ആണ്, PC വർക്കിംഗ് ആണ്, AC വർക്കിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം നോയ്സ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ വോയിസ് ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു മൈക്ക് ഔട്ട്ഡോറിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. ഔട്ട്ഡോറിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. ഈ മൈക്ക് ഇപ്പോൾ നമ്മൾ കോളറിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡോറിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ക്വാളിറ്റി ഇത്രത്തോളം ഉണ്ട്. ഇനി ഇത് എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറകോട്ട് നടന്നു പോവുകയാണ്. ഇപ്പോൾ ആക്ച്വലി ഞാൻ കുറച്ച് ദൂരം നടന്നു നോക്കുകയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തോരം ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ദൂരെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റിസീവറും ഈ മൈക്രോഫോണുമായിട്ട് അത്യാവശ്യം ഡിസ്റ്റൻസിൽ തന്നെയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ. ഇത്രയും ദൂരത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ദൂരം നിന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാനാണ്, കണ്ടില്ലേ. ഇത്രയും ദൂരത്തോളം കിട്ടുന്നുണ്ട്. അത്യാവശ്യം വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ഫോണായിട്ടോ ക്യാമറയായിട്ടൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ദൂരെ നിന്നൊക്കെ വ്ളോഗ് ചെയ്യുമ്പോഴും മൈക്ക് കണക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ എൻ്റെ ചുറ്റും അത്യാവശ്യം വണ്ടികളും ബഹളങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു നോയ്സ് ഉണ്ട്. അപ്പോൾ ആ നോയ്സിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2S എന്ന് പറഞ്ഞ മൈക്രോഫോണിൽ കിട്ടുന്ന ഒരു ഓഡിയോ ക്വാളിറ്റി. ഇതിൻ്റെ ഇപ്പോൾ റിസീവർ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ഓഡിയോ റെക്കോർഡ് ആവുന്നത്. അപ്പോൾ അത്യാവശ്യം വണ്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ നോയ്സ് ക്യാൻസലേഷൻ മോഡൊന്നും ആക്റ്റീവ് അല്ല. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോയ്സ് ക്യാൻസൽ ഒന്നും ചെയ്യാണ്ട് ബഹളങ്ങളെല്ലാം കിട്ടിക്കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡിസ്ട്രാക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് ഇപ്പോൾ നിലവിൽ. ഇനി നമുക്കത് നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഈ മൈക്രോഫോൺ വെച്ചിട്ട് നല്ലൊരു നോയ്സി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാനാണ് ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ ആക്ച്വലി നമ്മൾ നിൽക്കുന്നിടത്ത് അത്യാവശ്യം നല്ല വണ്ടി തിരക്കുണ്ട്, നല്ല നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വോയിസ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടും എന്ന് നോക്കാനാണ് നമ്മൾ ഈ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ തൊട്ടടുത്തൊരു ഫംഗ്ഷൻ നടക്കുവാണ്, അതിൻ്റെ ഒരു നോയ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ആംബിയൻസിൽ ഔട്ട്ഡോറിൽ എങ്ങനെയാണ് ഇതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി എന്നാണ് നിങ്ങൾക്കിപ്പോൾ അറിയാൻ വേണ്ടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്, നല്ല നോയ്സ് ഉണ്ട്. ഇപ്പോൾ വണ്ടികളൊക്കെ പോയാലും നമ്മുടെ വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് എങ്ങനെ നമ്മുടെ ഓഡിയോ റെക്കോർഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വ്ളോഗിങ്ങിന് എത്രത്തോളം യൂസ്ഫുള്ളാണ്. നമ്മുടെ വോക്കൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടണമല്ലോ അത് വ്ളോഗ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് എന്തോരം ഉണ്ട്, എത്രമാത്രം ഉണ്ട് എന്ന് നോക്കാനാണ് നമ്മളിപ്പോൾ ആക്ച്വലി നോക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാറിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാവൽ വീഡിയോസ് അല്ലെങ്കിൽ കാറിനകത്തിരുന്ന് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം കിട്ടും എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിൽ നിന്നൊരു ചെറിയ സൗണ്ടൊക്കെ ജനറേറ്റ് ആവുമല്ലോ. അപ്പോൾ ആ സൗണ്ട് പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മുടെ വോക്കൽസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വോയിസ് എത്രത്തോളം ഐസൊലേറ്റഡ് ആയിട്ടാണ് കേൾക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഓൺ ആക്കാതായിരുന്നു നമ്മൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആക്കിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നോക്കിയതിന് ശേഷമായിരിക്കണം ഒരു മൈക്രോഫോൺ ചൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം വ്ളോഗിങ്ങും അതുപോലെ തന്നെ സ്ട്രീമിങ്ങും ക്യാമറ പർപ്പസും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൈക്രോഫോൺ മേടിച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 13,500 രൂപ സംതിങ്, 13 അടുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 13K ബഡ്ജറ്റൊക്കെ ആവും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് കൊടുത്തിട്ട് ഇത്രയും നല്ലൊരു മൈക്രോഫോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് വേണം ഒരു മൈക്ക് ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ മൈക്കുകൾ അവൈലബിൾ ആണ്, അതൊക്കെ നോക്കിയിട്ട് ഹോളി ലാൻഡിൻ്റെ എൻ്റെ ലാർക്ക് A1 എന്നൊക്കെ പറഞ്ഞ മൈക്ക് സീരീസ് ഉണ്ട്. അതിനൊക്കെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ യൂസ് എന്താണെന്ന് കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് യൂസ് ഉണ്ടോ, കണ്ടൻറ്റ് ചെയ്യുന്നവരാണോ, സ്ഥിരമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഒരു മൈക്രോഫോൺ ചൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുവാനായി ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക.